വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കേന്ദ്ര സർക്കാരിന്റെയും തൊഴിൽ വകുപ്പിന്റെയും അംഗീകാരമുള്ള 2 വർഷ കാലയളവിൽ NCVT കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സിവിൽ ഡ്രാഫ്റ്റ്മാൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ ട്രെയിനിങ്ങുകളിലേക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ലഭിക്കാനും ഏറെ ഉപകാരപ്രദമായ NCVT സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാം. എല്ലാ കോഴ്സുകളിലേക്കും പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. അഭ്യസ്ത വിദ്യരായ ആയിരക്കണക്കിന് പരിശീലകരെ നാടിന് സമ്മാനിച്ച കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം പഴയന്നൂർ. ഫോൺ 9447373741 9400095147. പഴയന്നൂർ വെള്ളാർകുളത്ത് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്നു. പഴയന്നൂർ വെള്ളാർകുളത്ത് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികളും മെഡിക്കൽ ഓഫീസർമാരും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്തു. നിർദ്ദേശങ്ങളാണ് വേണ്ടതെന്ന് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ, AHI, അതുപോലെ ഡോക്ടർമാർ എല്ലാവരും നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മളവിടെ മലിനമായിട്ടുള്ള ഓരോരോ ഭാഗങ്ങൾ, അഴുക്കുചാലുകൾ അങ്ങനെ ഉള്ളത് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. അതിലിപ്പോ ഓർഗനൈസേഷൻ ചെയ്യണമെങ്കിൽ അതിപ്പോ ഓർഗനൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്തുകാരെയും അതുപോലെ ആശാവർക്കർമാരെയും നമ്മുടെ അതത് വാർഡുകളിൽപ്പെട്ട സ്ഥലങ്ങൾ അത് നമ്മൾക്ക് അത് അറിയുള്ളൂ. ഹെൽത്തുകാർക്ക് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. അടിയന്തരമായി സ്വീകരിക്കേണ്ട മുൻകരുതലുകളുടെ ഭാഗമായി പ്രദേശത്തെ വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിക്കുന്നതിനും കുടിവെള്ള സ്രോതസ്സുകളിലെ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഇതിനകം തന്നെ തുടക്കം കുറിച്ചതായി പ്രസിഡന്റ് അറിയിച്ചു. പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ കർശനമായ നിരീക്ഷണം പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് മുൻകരുതലുകൾ എടുക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അഭ്യർത്ഥിച്ചു. CCV ന്യൂസ് പഴയന്നൂർ.